വന്ന കേരള മുസ്ലിം എഡ്യൂക്കേഷൻ അസോസിയേഷൻ ഈ പരിപാടി നടക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഴ്സായ മർഹൂം സിദി സാഹിബിനെയും പോക്കർ സാഹിബിനെയും CH മുഹമ്മദ് കോയ സാഹിബിനെയും ഓർമ്മിക്കാതെ വയ്യ. മർഹൂം സിദി സാഹിബ് KMUയുടെ സ്ഥാപകരിൽ പ്രമുഖനും സാമൂഹ്യ പരിഷ്കർത്താവും മുസ്ലിം ലീഗ് നേതാവും നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ഉന്നതിയിലൂടെ മാത്രമേ പിന്നോക്കം നിൽക്കുന്ന സമുദായത്തിന് ഭാവിയുള്ളൂ എന്ന് മനസ്സിലാക്കി അദ്ദേഹം മലബാർ പ്രദേശത്ത് ഈ പോളിടെക്നിക് കോളേജിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് ആലോചിക്കുകയും അതിനൊരു രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ ഇത് പൂർത്തീകരിച്ച് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായില്ല. പക്ഷേ ഈ പോളിടെക്നിക് ഇന്ന് അദ്ദേഹത്തിൻ്റെ നാമത്തിൽ സിദി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് എന്ന നിലയിൽ ഇന്ന് വളർന്ന് പന്തലിച്ച് കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുകയാണ്. KMUയെ കഴിഞ്ഞ 64 വർഷങ്ങളായി സാമൂഹ്യ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തനം നടത്തി വരികയാണ്. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഫീ കൺസെഷൻ എന്ന നിലയിൽ എല്ലാ വർഷവും ഏകദേശം 1 കോടി രൂപയോളം നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ പോളിടെക്നിക്ക് അല്ലാണ്ട് എറണാകുളത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, CH മുഹമ്മദ് കോയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ അത് പാണക്കാട് ഷിഹാബലി തങ്ങൾ ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഓഫ് ആർക്കിടെക്ചർ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്ഥാപനങ്ങളെല്ലാം അവിടെ നടന്നു വരുന്നുണ്ട്. ഈ കോളേജുകളിലെല്ലാം നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ വിഷയങ്ങളിലും NACഉം NBA കരസ്ഥമാക്കി കഴിഞ്ഞു. നമ്മുടെ പോളിടെക്നിക് എല്ലാ ബ്രാഞ്ചുകൾക്കും NBA അക്രഡിറ്റേഷൻ കരസ്ഥമാക്കി. നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ NAC പരിശോധന കഴിഞ്ഞ് നമ്മൾ നല്ലൊരു റിസൾട്ടാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളും ഇന്ന് മികവിൻ്റെ ഉറവിടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന അക്കാഡമിക് ബ്ലോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ, അതുപോലെ തന്നെ കുറേ മെക്കാനിക്കൽ ബ്ലോക്കിൻ്റെ എക്യുപ്മെൻറ്റ്സ് എല്ലാം അലൂമിനി അസോസിയേഷൻ മുഖാന്തരം ഖലീഫ ഫൗണ്ടേഷൻ UAE ആണ് സംഭാവന ചെയ്തത്. കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗവും ലിഫ്റ്റ്, അതുപോലെ കമ്പ്യൂട്ടർ ലാബ്, ഓഡിയോ വിഷ്വൽ ലാബ്, ക്യാമ്പസിൻ്റെ മോടി പിടിപ്പിക്കൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒരുക്കുകയായിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങളായി ഈ ക്യാമ്പസിൽ വലിയ മാറ്റങ്ങളാണ് നടന്നിരിക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പസ് മുഴുവനും വീൽ ചെയർ ആക്സസബിളാണ്. നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമ്പസാണിത്. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് പ്രവർത്തിച്ച ധാരാളം ആൾക്കാരുണ്ട്. അതിൽ പ്രമുഖൻ നമ്മുടെ അടുത്ത കാലത്ത് മരണപ്പെട്ട നമ്മുടെ മുൻ ചെയർമാൻ, വളരെ ദീർഘകാലം ചെയർമാനായി പ്രവർത്തിച്ച കുട്ടി അഹമ്മദ് കുട്ടി സാഹിബാണ്. അദ്ദേഹത്തെ സ്മരണയിൽ ഈ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ ഈ കോളേജിൻ്റെ ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ജനാബ് അൻവർ അമീനാണ്. അദ്ദേഹം ഈ കോളേജിൽ തന്നെ പഠിച്ച് ഇവിടെ ഒരു അധ്യാപകനായി പ്രവർത്തിച്ച് ഇപ്പോൾ UAE ഒരു വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹം ചാർജ് എടുത്തോടുകൂടി പല പുതിയ പദ്ധതികൾക്കും ഇവിടെ നമ്മൾ പ്ലാനിട്ട് വരികയാണ്. ഈ കോളേജിൻ്റെ ഭാവിക്ക് യാതൊരു കോട്ടവും തട്ടില്ല എന്നുള്ളത് സുരക്ഷിത കൈകളിൽ നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ട് അത് തീർച്ചയായും KMUയുടെ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, അധ്യാപകർ, ഓഫീസ് സ്റ്റാഫ്, വിദ്യാർത്ഥികൾ എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഫലമാണ് ഇന്ന് അഭിമാനപൂർവ്വം നമുക്ക് ഈ സ്ഥാപനം നിലനിർത്തി പോകാൻ സാധിക്കുന്നത്.
നമ്മുടെ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ ഈ അക്കാഡമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബഹുമാനനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. നമ്മുടെ KMEയുടെ അഭ്യന്തരകാക്ഷിയും രക്ഷാധികാരിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മളെ ഉപദേശിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ KMEയുടെ പ്രസിഡൻറ്റും നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളെ ഞാൻ ഈ സംഘടനകളുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു, വിദ്യാഭ്യാസ മന്ത്രി, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അവർ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുവാനും നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫിനെയും നമ്മുടെ ഭാരവാഹികളെ എല്ലാവരും സമ്പർക്കം ചെലുത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ശ്രീമതി ആർ ബിന്ദുവിനെ ഞാൻ ഇവിടെ കമ്പ്യൂട്ടർ ബ്ലോക്കിൻ്റെ സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ന് അവരെ സാദരം സ്വാഗതം ചെയ്തു. കായിക വകുപ്പ് റെയിൽവേ വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹം ഈ അടുത്ത മണ്ഡലത്തിൽ തന്നെ MLA കൂടിയാണ്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളിലും സംബന്ധിക്കാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജനാബ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രതിപക്ഷ ഉപനേതാവാണ്. അതിനുപരി ഏത് കാര്യത്തിലും അപ്രോച്ചബിളായിട്ടുള്ളൊരു നേതാവാണ്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാനും കപ്പാസിറ്റിയുള്ളൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. കൂടുതലൊന്നും സംസാരിക്കില്ല, പെട്ടെന്ന് കാര്യങ്ങൾ തീർത്തങ്ങോട്ട് വിടും. പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും KMEയുടെ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും അദ്ദേഹത്തിൻ്റെ സഹായവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ കോളേജിലെ ചെയർമാൻ ഡോക്ടർ അൻവർ അമീൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഏറ്റെടുത്ത അന്ന് മുതൽ തന്നെ ഇതിൻ്റെ പ്ലാനിങ്ങും അതുപോലെ തന്നെ ഇതെങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന രീതിയിലുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ തന്നെ ഞാൻ എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരിക്കൽ കൂടി അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അതിൽ നമ്മുടെ JD ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ സുരേഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ പേര് വിട്ടുപോയി. അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാ നേതാക്കളെയും അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പ്രവർത്തകരെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സുഹൃത്തുക്കളെയും എല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും, നമസ്കാരം.